ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെല്ലാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെയിലും എഗ്രിമെൻറ്റ് ടു സെല്ലും തമ്മിലുള്ള ഒരു 2-4 ഡിഫറൻസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡിഫറൻസസ് കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നേച്ചർ ഓഫ് കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെല്ല് നമുക്ക് ചെയ്യാവുന്നതാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു സെയിൽസ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടഡ് ഓർ പ്രസൻറ്റ് കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞു. എഗ്രിമെൻറ്റ് ടു സെല്ല് എന്ന് പറയുന്നത് എക്സിക്യൂട്ടറി ഓർ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ നമ്മളൊരു കമ്പാരിസൺ നടത്തിയത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണ്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. നമ്മൾ പറഞ്ഞു സെയിൽസിലെ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എഗ്രിമെൻറ്റ് ടു സെല്ലിൽ നമുക്ക് എങ്ങനെയാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്യൂച്ചർ ഡേറ്റിലാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് റൈറ്റ് ഓഫ് റീസെയിലാണ്. ഇപ്പോൾ സെയിൽസിലെ സെല്ലർക്ക് ഒരിക്കൽ വിറ്റ സാധനം വീണ്ടും വിൽക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു. എഗ്രിമെൻറ്റ് ടു സെയിൽസിലെ നമ്മൾ പറഞ്ഞു അവിടെ സെല്ലർ തന്നെയാണ് ഗുഡ്സിൻ്റെ ഓണർ, സോ ഹീ ക്യാൻ ഡീൽ വിത്ത് ദ ഗുഡ്സ് ഹീ ലൈക്ക് ആസ് ഹീ ലൈക്ക്, അയാൾക്ക് ഇഷ്ടമുള്ള പോലെ അയാളുടെ ഗുഡ്സ് അയാൾക്ക് കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു കമ്പാരിസൺ പറഞ്ഞത് നേച്ചർ ഓഫ് റൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സെയിൽസിലാണെങ്കിൽ ഓണർ ബിക്കം ദ ബയർ ബിക്കം ദ ആബ്സല്യൂട്ട് ഓണർ. ബയറാണ് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു. അപ്പോൾ ബയർക്കാണ് എല്ലാ ഇതും കിട്ടുന്നത്. ദെൻ പക്ഷേ എഗ്രിമെൻറ്റ് ടു സെല്ലിൽ നമ്മൾ പറഞ്ഞത് മിയർ കോൺട്രാക്റ്റ് ആണ്, അതൊരു കരാറ് മാത്രമാണ്. അവിടെ എന്തില്ല, ബയർക്ക് എന്തില്ല, ഓണർഷിപ്പ് ലഭിക്കുന്നില്ല, പക്ഷേ സെല്ലർക്കെതിരെയുള്ള ഒരു അവകാശം. അപ്പോൾ സെല്ലർ ബ്രീച്ച് എന്തെങ്കിലും വരികയാണെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള ഒരു റൈറ്റ് മാത്രമേ അവിടെ ലഭിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് പോയിന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദെൻ അതിലൊന്ന് പറയുന്നത് ബ്രീച്ച് ബൈ ബയർ ആണ്. അതായത് ബ്രീച്ച് ബൈ ദ ബയർ, കരാറ് ബയർ ലംഘിക്കുകയാണെങ്കിൽ, ബ്രീച്ച് ബൈ ദ ബയർ കരാറ് ലംഘിക്കുകയാണെങ്കിൽ, അല്ലേ, ബയർ കരാറ് ലംഘിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബയർ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ, ബയർ ഡിഫോൾട്ട് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു സാധനം വിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ്സ് നടത്താതിരിക്കുക ബയർ, അല്ലേ, അത് സാധനം വാങ്ങിയിട്ട് അതിൻ്റെ വില നൽകാതിരിക്കുക. അപ്പം അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ദ സെല്ലർ മേ സ്യൂ ഹിം ഫോർ ദ പ്രൈസ്. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ വില ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സെല്ലർക്ക് ബയർക്കെതിരെ കേസ് നൽകാവുന്നതാണ്. അപ്പോൾ ഇഫ് എ ബയർ കമ്മിറ്റ് ഡിഫോൾട്ട്, ദെൻ ഇഫ് ദ ബയർ റെഫ്യൂസസ് ടു പേ ദ പ്രൈസ് ഓഫ് ഗുഡ്സ്, അപ്പോൾ ഗുഡ്സിൻ്റെ വില നൽകുന്നത് ബയർ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ബയർ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ദ സെല്ലർ മേ സ്യൂ ഹിം ഫോർ ദ പ്രൈസ്. അപ്പോൾ ആ എഗ്രിമെൻ്റ് കോൺട്രാക്റ്റ് പ്രൈസ് ലഭിക്കുന്നതിന് വേണ്ടി ബയർക്കെതിരെ സെല്ലർക്ക് കേസ് നൽകാവുന്നതാണ്. ഇനി എഗ്രിമെൻറ്റ് ടു സെല്ലിലാണെങ്കിൽ സെല്ലേഴ്സ് ഓൺലി റെമഡി ഈസ് ടു സ്യൂ ഫോർ ഡാമേജസ് ഫോർ ബ്രീച്ച്. ഇപ്പോൾ ബയർ കരാർ ലംഘനം നടത്തിക്കഴിഞ്ഞാൽ ഡാമേജസ് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമേ കേസ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ, ആൻഡ് നോട്ട് ഫോർ ദ പ്രൈസ്. അപ്പോൾ ആ കോൺട്രാക്റ്റഡ് പ്രൈസ് കിട്ടാനായിട്ട് അയാൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ഡാമേജസ്, അയാൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബയർ കരാർ ലംഘിക്കുകയാണെങ്കിലുള്ള ഇത് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ബ്രീച്ച് ബൈ ദ സെല്ലർ നോക്കാം. ഇനി സെല്ലറാണ് ഇങ്ങനെ ഡിഫോൾട്ട് വരുത്തുന്നതെങ്കിൽ സെയിൽസിലും എഗ്രിമെൻറ്റ് ടു സെയിൽസിലും എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. ഇഫ് ദ സെല്ലർ റെഫ്യൂസസ് ടു ഡെലിവർ ദ ഗുഡ്സ്, സെല്ലർ ഇപ്പോൾ വിറ്റ സാധനം ഡെലിവറി ചെയ്യുന്നതിന് സെല്ലറെ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദ ബയർ മേ സ്യൂ ഫോർ ഡെലിവറി ഫോർ ഗുഡ്സ്, ആ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെല്ലർക്കെതിരെ ബയർക്ക് കേസ് നൽകാവുന്നതാണ്. ഇപ്പം ഞാനൊരു ബുക്ക് വാങ്ങി അതിൻ്റെ പൈസയൊക്കെ കൊടുത്തു, എന്നിട്ട് ആ ബുക്സ് എനിക്ക് തരുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ ഷോപ്പ് കീപ്പർക്കെതിരെ എനിക്ക് കേസ് കൊടുക്കാവുന്നതാണ്, ആ ബുക്ക് ഡെലിവറി ചെയ്യാൻ. അപ്പോൾ അതേപോലെ തന്നെ എഗ്രിമെൻറ്റ് ടു സെല്ലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പറഞ്ഞ പോലെ തന്നെ ബയർ ക്യാൻ ഓൺലി സ്യൂ ഫോർ ഡാമേജസ് ഫോർ ബ്രീച്ച്. ഇവിടെ അയാൾക്ക് ഡാമേജസ് ഓർ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ, നോട്ട് ഫോർ റിക്കവറി ഓഫ് ഗുഡ്സ്. കാരണം എന്താ, എഗ്രിമെന്റ് ടു സെല്ലിലെ ഓണർഷിപ്പ് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഓണർഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഡെലിവറി ചെയ്യാനായിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ബയർക്ക് സെല്ലർക്കെതിരെ കേസ് നൽകാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് റിസ്ക് ഓഫ് ലോസ് നോക്കാം. റിസ്ക് ഓഫ് ലോസ് എങ്ങനെയാണ്? ഇപ്പോൾ സെയിൽസിൽ നമ്മൾ പറഞ്ഞതാണ് ബയർ ബിക്കം ദ ഓണർ ഓഫ് ദ ഗുഡ്സ് അല്ലേ. ഇപ്പോൾ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ ആ വാങ്ങിക്കുന്ന ആളാണ് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന് പറയുന്നത്. സോ ഹി ഹാസ് ടു സഫർ ദ ലോസ് ദ ഗുഡ്സ് ആർ സബ്സീക്വൻ്റ്ലി ഡാമേജ്ഡ് ഓർ ഡിസ്ട്രോയിഡ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് ആ ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജസോ ആ ഗുഡ്സ് എന്തെങ്കിലും നശിച്ചു പോവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടം ആർക്കായിരിക്കും? ബയർക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ സെയിൽസിൽ അതാണ്. പക്ഷേ എഗ്രിമെന്റ് ടു സെല്ലിലെ നമുക്കറിയാം ഓണർഷിപ്പ് ഡസ് നോട്ട് പാസ്ഡ് ടു ദ ബയർ അല്ലേ. ഓണർഷിപ്പ് ഓർ പ്രോപ്പർട്ടി ഒരിക്കലും ബയർക്ക് നൽകുന്നില്ല. അപ്പോൾ നമ്മൾ എഗ്രിമെന്റ് ടു സെല്ലിൽ ഉടമസ്ഥാവകാശം ആർക്ക് കിട്ടുന്നില്ല? ബയർക്ക് കിട്ടുന്നില്ല. സോ റിസ്ക് ഓൾസോ ഡസ് നോട്ട് പാസ് ടു ഹിം. അതുകൊണ്ട് തന്നെ റിസ്ക്കും നമുക്ക് ആർക്ക് കൊടുക്കാൻ പറ്റില്ല? ബയർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എഗ്രിമെന്റ് ടു സെല്ലിലെ റിസ്ക് സെല്ലർക്കാണ്, പക്ഷേ സെയിൽസിലാണെങ്കിൽ റിസ്ക് ബയർക്കാണ് ഉണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻസോൾവൻസി ഓഫ് ദ ബയർ ആണ്. അതായത് ബയർ ഇൻസോൾവൻ്റ് ആവുകയാണെങ്കിൽ, ബാങ്ക്രപ്റ്റ് ആവുകയാണെങ്കിൽ, ബയർ പാപ്പരാവുകയാണെങ്കിൽ, അപ്പോൾ നോക്കാം നമുക്ക്. ഇഫ് ദ ബയർ ബിക്കം ഇൻസോൾവൻറ്റ് ഇൻ കേസ് ഓഫ് സെയിൽസിൻ്റെ കേസ് നമുക്ക് ആദ്യം നോക്കാം. ഇഫ് ദ ബയർ ബിക്കം ഇൻസോൾവെന്റ് ഓർ ബാങ്ക്രപ്റ്റ്. ഇപ്പൊ ബയർ ഇൻസോൾവെന്റ് ആയി എന്ന് വിചാരിക്കുക, പാപ്പരായി എന്ന് വിചാരിക്കുക. ആൻഡ് ഇൻ ഹിസ് ആബ്സെൻസ്, അപ്പോൾ അയാളുടെ ആബ്സെൻസിൽ ദ സെല്ലർ മസ്റ്റ് ഡെലിവർ ദ ഗുഡ്സ് ടു ദ ഒഫീഷ്യൽ റിസീവേഴ്സ്. ഇപ്പോൾ ബയറുടെ ആബ്സെൻറ്റിൽ അയാളുടെ ഒഫീഷ്യൽ റിസീവേഴ്സിനെ എന്തു കൊടുക്കണം? ഗുഡ്സ് സെല്ലർ അത് ഡെലിവറി ചെയ്യേണ്ടതാണ്. ആൻഡ് ക്ലെയിം ഓൺലി റേറ്റബിൾ ഡിവിഡൻഡ് ഫോർ പ്രൈസ് ഡ്യൂ. ഇനി പ്രൈസ്, അതിൻ്റെ ആ ഗുഡ്സിൻ്റെ വില എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ സാധനം സെയിൽസ് നടന്നു, അതിൻ്റെ പ്രൈസ് നമ്മൾ ഫ്യൂച്ചർ ഡേറ്റിലാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക അല്ലേ. പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ കൊടുക്കാം, ഫ്യൂച്ചർ ഡേറ്റിലൊക്കെ നമുക്ക് പ്രൈസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് പ്രൈസ് കിട്ടാനുണ്ടെങ്കിൽ ദ സെല്ലർ ക്ലെയിം ഓൺലി റേറ്റബിൾ ഡിവിഡൻഡ് മാത്രമേ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ബയർ ഓൾറെഡി ഇൻസോൾവെൻ്റ് പാപ്പരാണ്. അപ്പോൾ പിന്നെ അയാൾക്ക് അത് കൊടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല. പക്ഷേ ഓണർഷിപ്പ്, ഇപ്പോൾ വിൽപ്പന നടന്നു കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ബയർ ആയതുകൊണ്ട് അയാളുടെ ആബ്സെൻസിൽ അയാളുടെ ഒഫീഷ്യൽ റിസർവർക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്യണം. പക്ഷേ പ്രൈസ് ഡ്യൂ ഉണ്ടെങ്കിൽ ഒരു റേറ്റബിൾ ഡിവിഡൻഡ്, ഒരു അഫോർഡബിൾ പ്രൈസാണ് അയാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് സെയിൽസിൻ്റെ കേസിൽ. ഇനി എഗ്രിമെന്റ് ടു സെല്ലാണെങ്കിൽ ബയർ ബിക്കം ബാങ്ക്രപ്റ്റ് ബിഫോർ പേയ്മെന്റ് ഓഫ് പ്രൈസ്. അപ്പോൾ ആ ഗുഡ്സിൻ്റെ വില നൽകുന്നതിന് മുൻപ് തന്നെ ബയർ പാപ്പരായി എന്ന് വിചാരിക്കുക. ദ സെല്ലർ ക്യാൻ റെഫ്യൂസ് ടു ഡെലിവർ ദ ഗുഡ്സ് അൺലെസ് പെയ്ഡ് ഫോർ. അപ്പോൾ അതിൻ്റെ വില നൽകുന്നില്ലെങ്കിൽ പിന്നെ ആ ഗുഡ്സ് ആർക്ക് ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ല, ബയർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനും ഷോപ്പ് കീപ്പറും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടു. അപ്പോൾ ഷോപ്പ് കീപ്പറുടെ അടുത്ത് പറയാണ് 500 രൂപയ്ക്ക് ഞാൻ നിങ്ങളുടെ ഒരു ബുക്ക് വാങ്ങിക്കോളാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട്. ദെൻ ആ പ്രൈസ് കൊടുക്കുന്നതിന് മുൻപ് ഞാൻ പാപ്പരായി എന്ന് വിചാരിക്കാം. എനിക്കിനി ആ പൈസ കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, 500 റുപ്പീസ് ഷോപ്പ് കീപ്പർക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി. അപ്പോൾ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അയാൾക്ക് ഞാൻ പറഞ്ഞ ബുക്ക് എനിക്ക് തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ബയർ ബിക്കം ബാങ്ക്രപ്റ്റ് ബിഫോർ പേയ്മെന്റ് ഓഫ് പ്രൈസ്, ദ സെല്ലർ ക്യാൻ റെഫ്യൂസ് ടു ഡെലിവർ ദ ഗുഡ്സ് അൺലെസ് പെയ്ഡ് ഫോർ. അപ്പോൾ ഇത്രയാണ് ഇൻസോൾവൻസി ഓഫ് ബയേഴ്സിലെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇൻസോൾവൻസി ഓഫ് ദ സെല്ലർ നോക്കാം. അപ്പോൾ ബയർ മാത്രമല്ല പാപ്പരാവാം, ഇൻസോൾവൻസി ഓഫ് ദ സെല്ലറും ആവാം. അപ്പോൾ സെല്ലർ പാപ്പരാവുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് ദ സെല്ലർ ബിക്കം ഇൻസോൾവൻറ്റ്, ഇപ്പോൾ സെല്ലറാണ് ഇൻസോൾവെൻ്റ് ആകുന്നതെങ്കിൽ ദ ബയർ ക്യാൻ റിക്കവർ ദ ഗുഡ്സ് ഫ്രം ഒഫീഷ്യൽ റിസീവർ. ഇപ്പൊ സെല്ലറുടെ ഒഫീഷ്യൽ റിസീവറിൽ നിന്ന് ആ ഗുഡ്സ് അത് റിക്കവർ ചെയ്യുന്നതിനുള്ള റൈറ്റ് ആർക്കുണ്ടായിരിക്കും? ബയർക്ക് ഉണ്ടായിരിക്കും. ബയർക്ക് അത് റിക്കവർ ചെയ്യാനായിട്ട് കഴിയും. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പോൾ സെയിൽസിലെ ബയറാണ്
യഥാർത്ഥ ഉടമസ്ഥൻ. അപ്പോൾ ഓണർഷിപ്പ് ബയർക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സെല്ലർ ഇൻസോൾവെൻ്റ് ആയാലും ബയർക്ക് എന്ത് ചെയ്യാം, സെല്ലറിൽ നിന്ന് അല്ലെങ്കിൽ സെല്ലറുടെ ഒഫീഷ്യൽ റിസീവറിൽ നിന്ന് ആ ഗുഡ്സ് റീകൂപ്പ് ചെയ്യാവുന്നതാണ്. എന്നാൽ എഗ്രിമെൻ്റ് ടു സെയിലിലാണെങ്കിൽ ബയർ ഹു ഹാസ് പെയ്ഡ് ദ പ്രൈസ്, ബയർ അതിൻ്റെ വില നൽകിയിട്ടുണ്ടെങ്കിൽ ഹീ ക്യാൻ ക്ലെയിം റേറ്റബിൾ ഡിവിഡൻഡ്, അയാൾക്ക് ഒരു റേറ്റബിൾ ഡിവിഡൻഡ് ക്ലെയിം ചെയ്യാനായിട്ടാണ് പറ്റുള്ളൂ. ഹി കനോട്ട് ക്ലെയിം ദ ഗുഡ്സ്, അയാൾക്ക് ഗുഡ്സ് വേണമെന്നുള്ളത് ആവശ്യപ്പെടാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഹി ഈസ് നോട്ട് ദ ഓണർ ഓഫ് ദ ഗുഡ്സ്, അയാൾ ആ ഗുഡ്സിൻ്റെ ഓണർ അല്ലാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. സപ്പോസ് ഞങ്ങൾ സെയിൽസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു, പൈസ ഇപ്പം ഞാൻ ഷോപ്പ് കീപ്പർക്ക് 500 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഷോപ്പ് കീപ്പർ പാപ്പരായി, എനിക്ക് ആ ബുക്ക് ഇങ്ങോട്ട് അയച്ചു തരണം അല്ലെങ്കിൽ ആ ബുക്ക് എനിക്ക് ഡെലിവറി ചെയ്യണം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനതിൻ്റെ ഓണറല്ല, എഗ്രിമെൻ്റ് ആണ്, നമ്മൾ എഗ്രിമെൻറ്റ് ടു സെല്ലാണ്. അപ്പോൾ ഞാൻ ഓണർ അല്ലാത്തത് കൊണ്ട് എനിക്ക് ഗുഡ്സ് വേണം എന്നുള്ളത് അത് ഡെലിവറി ചെയ്യാനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഗുഡ്സ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു റേറ്റബിൾ ഡിവിഡൻഡ്, അതായത് നമുക്ക് ആ ഓർഡർ നൽകി നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്കത് റിക്കവർ ചെയ്ത് കിട്ടില്ല, കാരണം അയാൾ ഇൻസോൾവെൻ്റ് ആണ്. പക്ഷേ നമുക്കൊരു റേറ്റബിൾ, ഒരു അഫോർഡബിൾ എമൗണ്ട് നമുക്ക് ആരിൽ നിന്ന് വാങ്ങിക്കാം, സെല്ലറിൽ നിന്ന് ബയർക്ക് വാങ്ങിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് അയാൾക്ക് ശ്രമിക്കാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത് സെയിൽസ് ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽസിൽ നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലാസ് നമുക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറൊക്കെ ഉള്ളതാണ്, സെയിൽസും എഗ്രിമെൻറ്റ് ടു സെല്ലും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽസ് നോക്കാം. സബ്ജക്റ്റ് മാറ്റർ ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽസ്. കോൺട്രാക്റ്റ് ഓഫ് സെയിൽസിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പം ഇവിടെ സബ്ജക്റ്റ് മാറ്റർ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് കണ്ടന്റ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് സെയിൽസ്. സെയിൽസ് കോൺട്രാക്റ്റിൻ്റെ കണ്ടന്റിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് കോൺട്രാക്റ്റിൻ്റെ കണ്ടന്റ് ഓർ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഗുഡ്സ്. ഗുഡ്സ് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ ഓർ കോൺട്രാക്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ ഗുഡ്സ് ആണ് ഏത് വരുന്നത്, കോൺട്രാക്റ്റ് ഓഫ് സെയിൽസിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. എന്താ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഗുഡ്സിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്താ ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ വരുന്നത്, ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി. അപ്പോൾ ആക്ഷനബിൾ ക്ലെയിംസും മണിയും ഇത് രണ്ടുമല്ലാത്ത എല്ലാ മൂവബിൾ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി ആർ നോട്ട് ഗുഡ്സ്. ഇത് രണ്ടും എന്തല്ല, ഗുഡ്സ് അല്ല. ബാക്കി എല്ലാ തരത്തിലുള്ള മൂവബിൾ പ്രോപ്പർട്ടീസും ഗുഡ്സ് ആണ്. അതായത് ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ്, ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഓർ ഫോമിങ് പാർട്ട് ഓഫ് ലാൻഡ്. അപ്പോൾ ലാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രാസും എല്ലാം, ഗ്രാസ് ആൻഡ് തിങ്സ് ഒക്കെ ഏതിൽ വരുന്നതാണ്, ഗുഡ്സിൽ വരുന്നതാണ്. അപ്പോൾ ആക്ഷനബിൾ ക്ലെയിംസും മണിയും എന്തല്ല, ഗുഡ്സ് അല്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ആക്ഷനബിൾ ക്ലെയിംസ് എന്താണെന്നുള്ളതും മണി എന്തുകൊണ്ടാണ് ഗുഡ്സിൽ വരാത്തത് എന്നുള്ളതൊക്കെ. ദെൻ നമുക്ക് ഈ ഗുഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ബ്രോഡ് കാറ്റഗറീസ്. ഈ ഗുഡ്സിനെ നമുക്ക് 3 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഗുഡ്സ് ആർ 3 ടൈപ്സ്. അപ്പോൾ 3 തരത്തിലാണ് ഏത് വരുന്നത്, ഗുഡ്സ് വരുന്നത്.
അപ്പോൾ ഏതൊക്കെയാണ് ഗുഡ്സ് വരുന്നത്? ഒന്ന് എക്സിസ്റ്റിംഗ് ഗുഡ്സ്, then future goods, then contingent goods. ഇങ്ങനെ 3 ബേസിക് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഗുഡ്സിൽ വരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് എന്നും ചോദിക്കാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഏത് ആൻസർ ചെയ്യാം? ഈ ഒരു സബ്ജക്റ്റ് മാറ്ററിൽ വരുന്നത് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ചോദിച്ചാൽ നമുക്ക് പറയാം ഗുഡ്സ് ബേസിക്കലി ആർ ഡിവൈഡഡ് ഇൻ ടു 3 ടൈപ്പ്. ഫസ്റ്റ് ടൈപ്പ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്, സെക്കൻഡ് ടൈപ്പ് ഫ്യൂച്ചർ ഗുഡ്സ്, ദെൻ തേർഡ് ടൈപ്പ് കണ്ടിൻജൻറ്റ് ഗുഡ്സ്. ദെൻ എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാവുന്നതാണ്? 3 ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ദെൻ എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ തന്നെ നമുക്ക് വീണ്ടും 3 ഡിവൈഡ് ചെയ്യാം. ദെൻ അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് സ്പെസിഫിക് ഗുഡ്സ്, then ascertained goods, then unascertained ഗുഡ്സ്. ഇങ്ങനെ 3 നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സിലെ നമുക്ക് ഗുഡ്സിനെ 3 ക്ലാസിഫൈ ചെയ്യുന്നു. എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ്, കണ്ടിൻജൻറ്റ് ഗുഡ്സ്. ദെൻ എക്സിസ്റ്റിംഗ് ഗുഡ്സ് തന്നെ സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻഡ് ഗുഡ്സ് ആൻഡ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ഇനി നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്നുള്ളത് നോക്കാം. എന്താ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് വിച്ച് ആർ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് വിച്ച് ആർ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. സെയിൽസ് നടക്കുന്ന സമയത്ത്, വിൽപ്പന നടക്കുന്ന സമയത്ത് പ്രസൻ്റ് ആയിട്ടുള്ള നിലവിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ദേ ആർ പ്രസൻറ്റ്, ദേ ആർ എക്സിസ്റ്റിംഗ് വെൻ ദ സെയിൽസ് ആർ ഹാപ്പൻ. അല്ലേ? ഇപ്പോൾ സെയിൽസ് നടക്കുന്ന സമയത്ത് ആ ഗുഡ്സ് എന്താണ്? അവിടെ പ്രസൻ്റ് ആയിരിക്കും, അവിടെ നിലവിലുണ്ടായിരിക്കും. അത്തരം ഗുഡ്സുകളെ നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മളൊരു ഷോപ്പിലേക്ക്, ഒരു ബുക്ക് സ്റ്റോളിലേക്ക് നമ്മൾ പോകുന്നു. ദെൻ ബിസിനസ് റെഗുലേഷൻ്റെ ഒരു ബുക്ക് ചോദിക്കുന്നു. ദെൻ ഷോപ്പ് കീപ്പർ നമുക്ക് ആ ബുക്ക് തരുന്നു, നമ്മൾ അതിൻ്റെ വില കൊടുക്കുന്നു. എക്സിസ്റ്റിംഗ് ഗുഡ്സിന് എക്സാമ്പിളാണ്. കാരണം നമ്മൾ ആ സെയിൽസ് നടക്കുന്ന സമയത്ത് ആ ബുക്സ് അവിടെ എക്സിസ്റ്റഡ് ആണ്, അവിടെ പ്രസൻ്റ് ആണ്, അവിടെ കറൻ്റ്ലി അവൈലബിൾ ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോകുന്നു. ദെൻ നമ്മളൊരു ബർഗർ, അവിടെ ഇരിക്കുന്ന ഒരു ബർഗർ നമ്മൾ ഓർഡർ ചെയ്യുന്നു, വാങ്ങിക്കഴിക്കുന്നു. അയാളത് തരുന്നു, വാങ്ങിക്കഴിയുന്നു, കറൻ്റ്ലി അവൈലബിൾ ആണ്. നമ്മൾ ആ ചോദിക്കുന്ന ആ സെയിൽസ് നടക്കുന്ന സമയത്ത് അതവിടെ കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം ഗുഡ്സുകളെ നമ്മൾ എന്ത് പറയും? എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ ദ ഗുഡ്സ് വാസ് എക്സിസ്റ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. അപ്പോൾ സെയിൽസ് നടക്കുന്ന സമയത്ത് കറൻ്റ്ലി അവൈലബിൾ ആണ്, പ്രസൻ്റ് ആണ്, എക്സിസ്റ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയും. ദെൻ നമുക്ക് വേറൊരു തരത്തിൽ നമുക്ക് എങ്ങനെ പറയാം? ഗുഡ്സ് ഓൺഡ് ആൻഡ് പൊസസ്ഡ് ബൈ ദ സെല്ലർ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. നമ്മളൊരു സെയിൽസ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സെല്ലറുടെ ഓണർഷിപ്പിലും സെല്ലറുടെ കസ്റ്റഡിയിലും ഗുഡ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് തന്നെയാണ് പറയുക? എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് ഓൺഡ് ആൻഡ് പൊസസ്ഡ് ബൈ ദ സെല്ലർ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽസ്. സെയിൽസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് സെല്ലറുടെ കസ്റ്റഡിയിലും ഉടമസ്ഥതയിലുമുള്ള ഗുഡ്സിനെ നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയും. ചില സമയത്ത് എന്താവണമെന്നില്ല, സെല്ലറുടെ ഓണർഷിപ്പ് വേണമെന്നില്ല, പൊസഷനിലായാലും മതി. ഇപ്പോൾ ഫോർ
എക്സാമ്പിൾ മെർക്കൻറ്റൈൽ ഏജൻറ്റ്. അവർ മെർക്കൻറ്റൈൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഗുഡ്സൊക്കെ വിറ്റഴിക്കുന്നതിനുള്ള ഏജൻറ്റുമാരാണ്. അവർക്ക് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഉണ്ടായിരിക്കില്ല, പക്ഷെ അവരുടെ പൊസഷനിലായിരിക്കും, കസ്റ്റഡിയിലായിരിക്കും ആ ഗുഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓണർഷിപ്പ് കമ്പൽസറി ഒന്നല്ല, കറൻ്റ്ലി നമുക്കത് അവൈലബിൾ ആയിരിക്കണം. അപ്പം അതിനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ടാക്കി പറയുമ്പോൾ എന്താണ്? ഗുഡ്സ് വിച്ച് ആർ ഇൻ എക്സിസ്റ്റൻസ് അല്ലേ? ഇതെന്ന് പറയുന്നത് ഗുഡ്സ് വിച്ച് ആർ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ. ഇതിനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പം എന്തായിരിക്കും ഫ്യൂച്ചർ ഗുഡ്സ്? എക്സിസ്റ്റിംഗ് ഗുഡ്സ് നമ്മൾ പറഞ്ഞു സെയിൽസ് നടക്കുന്ന സമയത്ത് ഓൾറെഡി അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള, കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗുഡ്സ് വിച്ച് കം ഇൻ ടു എക്സിസ്റ്റൻസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് വിച്ച് കം ഇൻ ടു എക്സിസ്റ്റൻസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ദേ ഡു നോട്ട് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. അപ്പോൾ സെയിൽസ് നടക്കുന്ന സമയത്ത് എന്തുണ്ടായിരിക്കില്ല? ആ ഗുഡ്സ് കറൻ്റ്ലി അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ പ്രസൻ്റ് ആയിരിക്കില്ല, എക്സിസ്റ്റഡ് ആയിരിക്കില്ല. അത് എപ്പോഴാണ്? അതിൻ്റെ എക്സിസ്റ്റൻസ് എപ്പോഴാണ്? അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് ടു ബി മാനുഫാക്ചേർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ അക്വയർഡ് ബൈ ദ സെല്ലർ ആഫ്റ്റർ മേക്കിംഗ് ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ സെയിൽസ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? സെല്ലർ ആ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുക, നിർമ്മിക്കുകയോ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ അയാളത് അക്വയർ ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പം അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ എന്തു പറയുക? ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് വിച്ച് കം ഇൻ ടു എക്സിസ്റ്റൻസ്, ഗുഡ്സ് which come into existence at a future date. അപ്പോൾ they do not exist. They do not exist at the time of sale. They do not exist at the time of sale. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ഗുഡ്സിനെ നമുക്ക് എന്താ എക്സാമ്പിൾ പറയാൻ പറ്റുക? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഫ്യൂച്ചർ ഗുഡ്സിൻ്റെ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഒരു ഫാർമർ, ഇപ്പം ഇതൊരു ഫാർമറാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഫാർമറാണ്. ദെൻ ഒരു വെജിറ്റബിൾ ഹോൾസെയിലർ ആണെന്ന് വിചാരിക്കുക. നമുക്ക് വെൻഡർ, ഹോൾസെയിലർ മീൻസ് വെൻഡർ മതി, വെൻഡർ ഓഫ് വെജിറ്റബിൾസ്. ഇപ്പോൾ ഫാർമർ ദെൻ വെജിറ്റബിൾസ് വിൽക്കുന്ന ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം പറയണ് ഐ വിൽ ഗീവ് റുപ്പീസ് 1 lakh. ഞാൻ നിങ്ങൾക്ക് 1 lakh റുപ്പീസ് നൽകാം. ഐ വിൽ പേയിങ് റുപ്പീസ് 1 lakh. 1 lakh റുപ്പീസ് ഞാൻ നിങ്ങൾക്ക് തരാം. പകരം എന്ത് തരണം? പകരം ഇയാൾ എന്ത് കൊടുക്കണം? ഫാർമർ എന്ത് തരണം? ഗിവ് മീ all the vegetables, അല്ലേ? all the vegetables, എല്ലാ വെജിറ്റബിൾസും, all the vegetables harvested in your land. ഇതൊരു സെയിൽസ് എഗ്രിമെൻ്റ് ആണ്, അല്ലേ? ഇപ്പോൾ ഫാർമറും
വെജിറ്റബിൾ വിൽക്കുന്ന വെൻഡറുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. വെൻഡർ ഫാർമർക്ക് 1 lakh rupees കൊടുക്കും. പകരം എന്ത് ചെയ്യണം? ഫാർമർ അയാളുടെ ലാൻഡിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന എല്ലാ വെജിറ്റബിൾസും ആർക്ക് കൊടുക്കുകയും വേണം? വെൻഡർക്ക് നൽകുകയും വേണം. അപ്പോൾ ഇതൊരു സെയിൽസ് കോൺട്രാക്റ്റ് ആണ്. പക്ഷേ ഇവർ ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എന്തില്ല? വെജിറ്റബിൾസ് ഒന്നും അവിടെ കറൻ്റ്ലി എക്സിസ്റ്റഡ് അല്ല, അവിടെ അവൈലബിൾ അല്ല. കാരണം എന്താ? വെജിറ്റബിൾസ് ഫാർമർ കൃഷി ചെയ്ത് അയാൾ ഹാർവെസ്റ്റ് ചെയ്ത് അയാൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ട് വേണം ആർക്ക് കൊടുക്കാനായിട്ട്? അയാളല്ലേ ഹാർവെസ്റ്റ് ചെയ്തതിന് ആ വെജിറ്റബിൾസ് ആണ് അയാൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെജിറ്റബിൾസ് ഡു നോട്ട് കറൻ്റ്ലി എക്സിസ്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ് കോൺട്രാക്റ്റ്. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ വെജിറ്റബിൾസ് അവൈലബിൾ അല്ല. അത് പിന്നീട് എപ്പോഴാണ്? ഫ്യൂച്ചർ ഡേറ്റിലാണ് അത് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? വെജിറ്റബിൾസ് അയാൾക്ക് കൊടുപ്പോൾ ഇങ്ങനെ പാടത്തൊക്കെ ഇങ്ങനെ അയാളുടെ ലാൻഡിൽ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന അത് കൊടുക്കാനായിട്ടാണ് അവർ കരാറ് വരുന്നത്. അപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വെജിറ്റബിൾസ് വെൻഡർക്ക് നൽകുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ, അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിനെ നമുക്ക് എന്ത് പറയാം? ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയാം. അപ്പോൾ ഫാർമർ വെജിറ്റബിൾസ് നൽകുന്നത് ഫ്യൂച്ചർ ഡേറ്റിലാണ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ ആ ഒരു ഗുഡ്സ് കറൻ്റ്ലി അവൈലബിൾ അല്ല. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. ഇപ്പോൾ ഒരു മാനുഫാക്ചർ ഓഫ് സീലിംഗ് ഫാന്. ഇപ്പോൾ സീലിംഗ് ഫാൻ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വ്യക്തി, മാനുഫാക്ചറർ. ദെൻ അദ്ദേഹം ഈ സീലിംഗ് ഫാൻ വിൽക്കുന്ന ഹോൾസെയിലറുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കേരള ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന ഹോൾസെയിലേഴ്സ് അവരെ മാനുഫാക്ചറർ സീലിംഗ് ഫാൻ മാനുഫാക്ചററുമായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു. അതായത് ഈ മാനുഫാക്ചറർ അവരെ അടുത്ത മാസം മാനുഫാക്ചർ ചെയ്യുന്ന സീലിംഗ് ഫാനുകൾ ഒരെണ്ണത്തിന് 3000 രൂപ വെച്ച് ഞങ്ങൾ എടുത്തുകൊള്ളാം. അപ്പോൾ കേരള ഇലക്ട്രിക്കൽസ് മാനുഫാക്ചറർ ഓഫ് സീലിംഗ് ഫാനുമായിട്ട് സെയിൽസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. നെക്സ്റ്റ് മന്തിലെ നിങ്ങളുടെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന സീലിംഗ് ഫാൻസ് അത് എനിക്ക് തരണം. ഓരോന്നിനും പെർ പീസ് നമ്മൾ എത്ര തരും? ₹3000 വെച്ച് നൽകാം. അതൊരു സെയിൽസ് എഗ്രിമെൻ്റ് ആണ്, സെയിൽസ് ആണ്, എഗ്രിമെൻ്റ് ആണ്. പക്ഷെ അവിടെ നമ്മൾ നമുക്ക് എന്താണ്? സെയിൽസ് നടക്കുന്ന സമയത്ത് എന്തില്ല? ആ ഗുഡ്സ് അവിടെ ഇല്ലല്ലോ. നമ്മളെന്താ? അടുത്ത മാസം ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സ് തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കരാറിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഗുഡ്സ് അവിടെ കറൻ്റ്ലി പ്രസൻറ്റ് ഇല്ല. അപ്പോൾ ഇത്തരം ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ഗുഡ്സ് എങ്ങനെയാണ്? ഗുഡ്സ് വിച്ച് കം ഇൻ ടു എക്സിസ്റ്റൻസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോൾ ഫ്യൂച്ചർ ഡേറ്റിലാണ് അത് ഉണ്ടാകുന്നത്. ദേ ഡു നോട്ട് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ സെയിൽസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് സെല്ലർ ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനോ അല്ലെങ്കിൽ അയാൾ അത് ലഭ്യമാക്കാനോ ഇതാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഗുഡ്സ് എന്താണെന്നുള്ളത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് കണ്ടിൻജൻ്റ് ഗുഡ്സ് ആണ്. കണ്ടിൻജൻ്റ് ഗുഡ്സ് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ്. ഫ്യൂച്ചർ ഗുഡ്സിൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ് കണ്ടിൻജൻ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ആർ നോട്ട് ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ്. ഇപ്പോൾ ഈ ഫ്യൂച്ചർ ഗുഡ്സിനെ പോലെ തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ആ ഗുഡ്സ് ഉണ്ടായിരിക്കില്ല. കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷം തന്നെയാണ് കണ്ടിൻജൻ്റ് ഗുഡ്സും അതിൻ്റെ എക്സിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചർ ഗുഡ്സിൻ്റെ ഒരു ടൈപ്പാണ് കണ്ടിൻജൻ്റ് ഗുഡ്സ് എന്ന് പറയാം. നോക്കാം നമുക്ക് എന്താണ് കണ്ടിൻജൻ്റ് ഗുഡ്സ് എന്നുള്ളത്. ദ ഗുഡ്സ് ഹൂസ് എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എ കണ്ടിൻജൻസി. കണ്ടിൻജൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടുള്ളതാണെങ്കിൽ, അതായത് കണ്ടിൻജൻ്റ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഹൂസ് എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ എ കണ്ടിൻജൻസി, ഡിപ്പെൻഡ്സ് അപ്പോൺ എ ഫ്യൂച്ചർ അൺസേർട്ടൺ ഇവൻസ്.
it is called contingent goods. അല്ലേ? Those goods whose existence depends upon a contingency, depend upon a future uncertain event. അല്ലേ? ഫ്യൂച്ചർ പോസിബിൾ ഫ്യൂച്ചർ ഇവൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടിൻജൻസി എന്താന്നുള്ളത് അറിയാം അല്ലേ? എന്താ കണ്ടിൻജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഡിപ്പെൻഡ് അപ്പോൺ സം ഫ്യൂച്ചർ അൺസേർട്ടൺ ഇവൻറ്റ്. ഫ്യൂച്ചറിലെ അൺസേർട്ടൺ ഇവൻസ് അതിൻ്റെ ഹാപ്പനിങ്ങിനെ ആശ്രയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കാം. അതിനെയാണ് നമ്മൾ കണ്ടിൻജൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഭാവിയിലുള്ള ചില പോസിബിൾ ഫ്യൂച്ചർ ഇവൻസ് അല്ലെങ്കിൽ അൺസേർട്ടൺ ഇവൻസ് അതിൻ്റെ ഫലമായിട്ട് ഗുഡ്സിൻ്റെ എക്സിസ്റ്റൻസ് വരിക. അപ്പോൾ അത്തരം ഗുഡ്സുകളെയാണ് നമ്മൾ എന്തു പറയുന്നത്? കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടിൻജൻസിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഫ്യൂച്ചറിലുള്ള അൺസേർട്ടൺ ഇവൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്കംസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അല്ലേ? ഔട്ട്കംസ് നമുക്ക് ഒരിക്കലും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കുക. അപ്പം അത് സംഭവിക്കില്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയിട്ട് പറയാൻ പറ്റില്ല. അപ്പം അത്തരം ഗുഡ്സുകളെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിൻജൻറ്റ് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ഹൂസ് എക്സിസ്റ്റൻസ് ഈസ് കണ്ടിൻജൻറ്റ്. അപ്പോൾ എക്സിസ്റ്റൻസ് കണ്ടിൻജൻ്റ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ് കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. വി ഡു നോട്ട് നോ ഇഫ് ദേ വിൽ കം ഇൻ ടു എക്സിസ്റ്റൻസ് ഓർ നോട്ട്. നമുക്ക് ആ ഗുഡ്സിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്, അതായത് ആ ഗുഡ്സ് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഗുഡ്സാണ് കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സിൻ്റെ കണ്ടിൻജൻറ്റ് ഇവൻസിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഗുഡ്സിൻ്റെ എക്സിസ്റ്റൻസ് എങ്കിൽ അത്തരം ഗുഡ്സിനെ നമ്മൾ കണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ ആ ഗുഡ്സ് കം ഇൻ ടു എക്സിസ്റ്റൻസ് ദ സെയിൽസ് ട്രാൻസാക്ഷൻ ഹാപ്പൺ. ദെൻ ഇഫ് ദേ ഡോണ്ട് കം ഇൻ ടു എക്സിസ്റ്റൻസ് സെയിൽസ് ട്രാൻസാക്ഷൻ നോട്ട് ഹാപ്പൺ. നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഗുഡ്സ് ഉണ്ടായിരിക്കില്ല, പക്ഷേ അതിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടിൻജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, കണ്ടിൻജൻറ്റ് ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഗുഡ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ആ ട്രാൻസാക്ഷൻ ഫുൾഫിൽ ചെയ്യാം. ആ ഗുഡ്സ് ലഭിച്ചില്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ നടക്കുകയും ചെയ്യും. അങ്ങനെ ഔട്ട്കം നമുക്ക് ഉറപ്പില്ലാത്തതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? കണ്ടിൻജൻറ്റ് ഗുഡ്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടെ ക്ലിയർ ആവും എന്താണെന്നുള്ളത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. കേരള ഇമ്പോർട്ടേഴ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടിംഗ് കമ്പനിയാണെന്ന് വിചാരിക്കുക. ദേ അഗ്രീഡ് ടു സെൽ സം എൻജിനീയറിംഗ് ഗുഡ്സ് വിച്ച് ഹാവ് കം ഫ്രം ജപ്പാൻ. അപ്പോൾ അവർ ഒരു എൻജിനീയറിംഗ് കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഇപ്പോൾ നോക്കാം നമുക്ക്. ഇപ്പോൾ കേരള ഇമ്പോർട്ടേഴ്സ് ദെൻ അവരൊരു എൻജിനീയറിംഗ് കമ്പനിയുമായിട്ട് അവരൊരു സെയിൽസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ എൻജിനീയറിംഗ് കമ്പനി ഇവരെ കൺസിഡറേഷൻ 10 lakhs rupees അവരെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പകരം അതിന് എന്തു കൊടുക്കണം? ഈ എൻജിനീയറിംഗ് കമ്പനീസ്ക്ക് ആവശ്യമായിട്ടുള്ള എൻജിനീയറിംഗ് ഗുഡ്സ് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ആർക്ക് നൽകണം? എൻജിനീയറിംഗ് കമ്പനിക്ക് നൽകണം. അപ്പോൾ ഇവരെ ഇമ്പോർട്ടേഴ്സാണ്. അപ്പോൾ ജപ്പാനിൽ നിന്ന് കേരള ഇമ്പോർട്ടേഴ്സ് ജപ്പാനിൽ നിന്ന് എൻജിനീയറിംഗ് ഗുഡ്സ് അവർ ഇമ്പോർട്ട് ചെയ്യും, ഇറക്കുമതി ചെയ്യും. ദെൻ ആ ഗുഡ്സ് ആർക്ക് നൽകുക എന്ന് പറയാണ്? ഈ എൻജിനീയറിംഗ് കമ്പനിക്ക് നൽകാമെന്ന് പറയുന്നു. പകരം 10 lakh rupees എൻജിനീയറിംഗ് കമ്പനി ഇവർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ ഇവിടെ കേരള ഇമ്പോർട്ടേഴ്സ് എന്താ പറയുന്നത്? ഐ ക്യാൻ സെൽ യു ദ ഗുഡ്സ്, നിങ്ങൾക്ക് ഞങ്ങൾ ഗുഡ്സ് വിൽക്കാം. എങ്ങനെയാണെങ്കിൽ ഓൺലി വെൻ ദ ഗുഡ്സ്
റീച്ച് ദ പോർട്ട് സേഫ്ലി, അല്ലേ? നമുക്ക് ഈ പോർട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം സേഫായിട്ട് കേരള പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഗുഡ്സ് നിങ്ങൾക്ക് നൽകാം. അപ്പം ഇതാണ് ഇവിടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ജപ്പാനിലെ പോർട്ടിൽ നിന്ന് സംഭവം, അല്ലേ? പോർട്ട് ഇപ്പം എഞ്ചിനീയറിംഗ് ഗുഡ്സൊക്കെ ഷിപ്പ് വഴിയാണ് വരുന്നുണ്ടായിരിക്കും. ഇതാണ് ഷിപ്പ് എന്ന് വിചാരിക്കുക. അപ്പോൾ പോർട്ടിൽ നിന്ന്, അപ്പോൾ ജപ്പാനിലെ പോർട്ടിൽ നിന്ന് സാധനങ്ങൾ കയറ്റി ഈ ഷിപ്പ് മാർഗം, അല്ലേ, കടലിലൂടെ ഇതിങ്ങോട്ട് കേരള പോർട്ടിലേക്ക് എത്തണം. നമുക്ക് കേരള പോർട്ടിലേക്ക് വരണം. അപ്പോൾ ഈ കേരള പോർട്ടിൽ ഈ സാധനം സേഫായിട്ട് എത്തിക്കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കാം? ഈ ഇമ്പോർട്ടേഴ്സ് ആ ഗുഡ്സ് എഞ്ചിനീയറിംഗ് കമ്പനിക്ക് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ കണ്ടിൻജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ സെയിൽസ് ട്രാൻസാക്ഷൻ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ സാധനം ഇവിടെ നിന്ന് ജപ്പാൻ പോർട്ടിൽ നിന്ന് ഷിപ്പിലെ കയറ്റി വിട്ടിട്ടുള്ള ഗുഡ്സ് സേഫായിട്ട് കേരള പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇതങ്ങോട്ട് അവർക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഇവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഗുഡ്സ് ആരുടെ കയ്യിലില്ല? ഇമ്പോർട്ടറുടെ കയ്യിലില്ല. അത് ജപ്പാനിൽ നിന്ന് വന്നിട്ട് വേണം. അപ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഗുഡ്സ് കയ്യിലില്ല, അത് അവിടുന്ന് വന്നിട്ട് വേണം. ഇപ്പം നമുക്കറിയാം സീ വോയേജ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്, ഇല്ലേ? വെൽത്ത് ഹസാർഡ്സ് ഒക്കെ ഉണ്ടാകുക, വല്ല സുനാമിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങോട്ട് എത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എവിടെ വരാം? സീ വോയേജിനിടയിൽ വരാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു കണ്ടിൻജൻസി ഉണ്ട്. ഈ സംഭവം സേഫായി എത്തിക്കഴിഞ്ഞാൽ സെയിൽസ് നടക്കും. ഇത് സുനാമി, അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രതീക്ഷിക്കാതെ നമുക്ക് സുനാമി വന്നു, അപ്പോൾ ആ കപ്പലൊക്കെ പോവും, അപ്പോൾ നമുക്ക് ഗുഡ്സ് എത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് നടത്താൻ പറ്റില്ല? സെയിൽസ് നടത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആ ഗുഡ്സ് ട്രാവലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ കണ്ടിൻജൻസി, അല്ലേ? അവിടെ കണ്ടിൻജൻസീനെ ഡിപ്പെൻഡ്, അത് സേഫായിട്ട് എത്താം, എത്താതിരിക്കാം. അവിടെ നമുക്ക് യാതൊരു ഉറപ്പില്ല, അതിൻ്റെ ഔട്ട്കം നമുക്ക് ഉറപ്പില്ല. സേഫായിട്ട് എത്താം, എത്താതിരിക്കാം. അപ്പോൾ ഗുഡ്സ് റീച്ച്ഡ് സേഫ്ലി, സെയിൽസ് ഹാപ്പൻ. അപ്പോൾ അത് സേഫായിട്ട് എത്തിയാൽ സെയിൽസ് നടക്കും, അല്ലെങ്കിൽ എന്തുണ്ടാവില്ല? സെയിൽസ് നടക്കില്ല. അപ്പം അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? കണ്ടിൻജന്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് ഹൂസ് എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ കണ്ടിൻജൻസി. അപ്പോൾ ഗുഡ്സ് ഹൂസ് എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ കണ്ടിൻജൻസി, അതിനെയാണ് നമ്മൾ കണ്ടിൻജന്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് ഹൂസ് എക്സിസ്റ്റൻസ് depends upon contingency. ഇതിനെയാണ് നമ്മൾ കണ്ടിൻജന്റ് ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് 3 ടൈപ്പ് ഓഫ് ഗുഡ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് വിച്ച് ആർ ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. Goods which are in existence at the time of sales, existing goods. Then goods which come into existence at a future date, future goods. Then goods whose existence depends upon contingency or future uncertain events. അതിനെ നമ്മൾ കണ്ടിൻജന്റ് ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ ആ 3 ക്ലാസ്. ദെൻ നമുക്ക് ഏതിലേക്ക് വരാം? എക്സിസ്റ്റിംഗ് ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ നമുക്ക് സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻഡ് ഗുഡ്സ് ആൻഡ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സിസ്റ്റൻസ് ഗുഡ്സ് നമ്മൾ പറഞ്ഞു സെയിൽസ് നടക്കുന്ന സമയത്ത് കറൻ്റിലി അവൈലബിൾ ആകണം, എക്സിസ്റ്റൻസ് ആകണം, പ്രസൻ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എക്സിസ്റ്റൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു 3 തരത്തിലാണ് എക്സിസ്റ്റൻസ് ഗുഡ്സ്: സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻഡ് ഗുഡ്സ് ആൻഡ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ആദ്യം നമുക്ക് എന്താണ് സ്പെസിഫിക് ഗുഡ്സ് എന്നുള്ളത് നോക്കാം. സ്പെസിഫിക് ഗുഡ്സ് ആർ those existing goods which are separately identified at the time of sales. വിൽപ്പന നടക്കുന്ന സമയത്ത് ബയറും സെല്ലറും പ്രത്യേകമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളത് എങ്ങനെയാണ്? സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്, അല്ലേ? ഗുഡ്സ് വിച്ച് ആർ സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. അപ്പോൾ സെയിൽസ് നടക്കുന്ന സമയത്ത് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ
എന്ത് പറയുന്നത് സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ. നമ്മുടെ S3 ഫിനാൻസിലെ ഗുരുവായൂരപ്പൻ, അദ്ദേഹം ഒരു മാരുതി ഷോറൂമിലേക്ക് പോകും. ഒരു മാരുതി കാർ വാങ്ങിക്കാനായിട്ട് മാരുതി ഷോറൂമിലേക്ക് പോകുന്നു. ദെൻ ഷോറൂമിൽ പോയി കഴിഞ്ഞ് മൊത്തത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഓരോ മാരുതി സുസുക്കിയുടെ എല്ലാ മോഡൽസുകളും അത് നോക്കി, ആ ഷോറൂമിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ മോഡലുകളൊക്കെ നോക്കി. അതിനുശേഷം മാരുതി സുസുക്കി XL6 വാങ്ങിക്കാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണ്, ആ ഷോറൂമിൽ പോയി, ഷോറൂമിൽ കുറേ കാറുകൾ ഇങ്ങനെ മാരുതിയുടെ ഒരുപാട് ഇതൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ ചുറ്റി കറങ്ങി ഓരോന്നും ആ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ മോഡൽസും നോക്കിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം അല്ലേ മാരുതി സുസുക്കി XL6 വാങ്ങിക്കാനായിട്ട് അദ്ദേഹം ഡിസൈഡ് ചെയ്യുന്നു. ദെൻ സെയിൽസ് മാനേജറുടെ അടുത്ത് പോയി അതിനെക്കുറിച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഓർ സ്പെസിഫിക് കാറിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അത് അദ്ദേഹം സെലക്ട് ചെയ്യുന്നു. സ്പെസിഫിക് ഗുഡ്സിന് എക്സാമ്പിളാണ്. അതുപോലെ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ബിസ്ക്കറ്റ് വാങ്ങിക്കാനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി. ദെൻ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ട്രാക്കിലും ഓരോ സാധനങ്ങൾ ഇങ്ങനെ അല്ലേ നമ്പർ ഓഫ് ബിസ്ക്കറ്റ്സ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നോക്കി നമുക്ക് ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റ് നമ്മൾ എടുക്കും. ഇപ്പോൾ ഓറിയോയുടെ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഒരു പാക്കറ്റ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റ് നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് സെയിൽസ്, വിൽപ്പന നടക്കുന്ന സമയത്ത് നമ്മളത് പ്രത്യേകമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ആ ഗുഡ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അസർട്ടൈൻഡ് ഗുഡ്സ് ആണ്. അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the goods are separately identified after sales transactions. അപ്പോൾ നമ്മൾ സെയിൽസ് നടന്നതിന് ശേഷം അല്ലെങ്കിൽ ആ സെയിൽസ് ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഗുഡ്സ് സെപ്പറേറ്റ്ലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. when the goods are separately identified after sales or after transaction of sales. അപ്പം നമ്മൾ എക്സിസ്റ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു വിച്ച് ആർ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ് ആണ്. അപ്പോൾ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഗുഡ്സ് ആണ്. ആഫ്റ്റർ ദ ടൈം ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, അസർട്ടൈൻഡ് ഗുഡ്സ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് പോകുന്നു, ദെൻ ബിസ്ക്കറ്റ് വാങ്ങിക്കാനായിട്ട് നമ്മൾ ഷോപ്പിലേക്ക് പോകുന്നു. ദെൻ നമ്മൾ ഷോപ്പ് കീപ്പറോട് പറയുകയാണ് എനിക്ക് ഇത്ര ക്വാണ്ടിറ്റി ബിസ്ക്കറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അവരെ നമ്മളോട് പറയണം ഓക്കെ നിങ്ങളിനി വേറെ അന്വേഷിക്കേണ്ട, ഞങ്ങളത് ഡെലിവറി ചെയ്ത് തന്നോളാം, അവരെ തന്നോളാം എന്ന് പറയും. അപ്പം നമ്മളത് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷമാണ് നമുക്ക് വേണ്ട ബിസ്ക്കറ്റ്സ് അവരതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പം അത്തരം ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ സെയിൽസ് നടക്കുന്ന സമയത്ത് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, വിൽപ്പന കരാറിന് ശേഷം. നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ പോയി, നമുക്ക് ആവശ്യമുള്ള ബിസ്ക്കറ്റിൻ്റെ കാര്യം അവരോട് പറഞ്ഞു. അപ്പോൾ ആ ഷോപ്പ് കീപ്പർ പറഞ്ഞു ഐ വിൽ ഡെലിവർ ദ ഗുഡ്സ് അല്ലേ, ഞാൻ നിങ്ങൾക്ക് വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ആവശ്യം അവിടെ നമുക്ക് ഡെലിവറി ചെയ്ത് തരാം, ഓക്കെ എന്നും പറഞ്ഞ് നമ്മൾ പോന്നു. അപ്പം നമ്മൾ പോകുന്നതിന് ആ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷമാണ് പിന്നെ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള ബിസ്ക്കറ്റ്സ് ഏതൊക്കെയാച്ചിങ്ങ അത് അദ്ദേഹം ആ സ്റ്റോക്കിൽ നിന്ന് അത് മാറ്റി വെച്ച് നമുക്ക് നൽകുന്നത്. അപ്പം അത് അസർട്ടൈൻഡ് ഗുഡ്സ് ആണ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആണ്. അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗുഡ്സ് വിച്ച് ആർ നോട്ട് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈഡ്. നമ്മളതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അതായത് ദേ ലൈസ് വിത്ത് ദ സ്റ്റോക്ക്, അത് സ്റ്റോക്കിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. ദേ ഹാവ് നോട്ട് യെറ്റ് ബി റിമൂവ് ദ സ്റ്റോക്ക് ടു ഡെലിവർ ദ ഗുഡ്സ് ടു ദ ബയർ. നമുക്ക് ബയർക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മളത് അതിൽ നിന്ന് മാറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കേട്ടുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്കൊരു 2 വീലർ വാങ്ങിക്കണം. അപ്പോൾ ആ 2 വീലർ ഏജൻറ്റ് എൻ്റെ വീട്ടിൽ വന്നിട്ട് പല 2 വീലറുകളെ കുറിച്ചിട്ടൊക്കെ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എനിക്ക് നൽകുന്നു. ആ ഡിസ്ക്രിപ്ഷൻ കേട്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കരാറിൽ ഏർപ്പെടുന്നു. ദെൻ
ആ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമുക്കത് ഡെലിവറി ചെയ്ത് തരും. അപ്പം നമുക്ക് ആ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ആ സ്റ്റോക്ക് അതിൽ നിന്ന് മാറ്റുന്നത് അവർ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് 3 ഇത് വരുന്നത്. അപ്പോൾ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് വിച്ച് ആർ സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് സെയിലാണ്. സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് അറ്റ് ദ ടൈം ഓഫ് സെയിലാണെങ്കിൽ സ്പെസിഫിക് ഗുഡ്സ് ആണ്. സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് ആഫ്റ്റർ ദ സെയിൽസ് ആണെങ്കിൽ അസർട്ടൈൻഡ് ഗുഡ്സ് ആണ്. ദെൻ നോട്ട് ഐഡൻറ്റിഫൈഡ് അല്ലേ, ഗുഡ്സ് നോട്ട് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈഡ് ആണെങ്കിൽ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സിനെ നമ്മൾ ബേസിക്കലി ദർ ആർ 3 ടൈപ്പ് ഓഫ് ഗുഡ്സ്: എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ്, കണ്ടിൻജന്റ് ഗുഡ്സ്. Then existing goods also divided into specific goods, unascertained goods and ascertained goods. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു.